നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്നലെയും കഴിഞ്ഞ ദിവസവുമൊക്കെ ഏറ്റവും അധികം വാർത്തകളിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യ നടപടികളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അലംഭാവം എന്നത് വലിയ ചർച്ചയായി വന്നിരുന്നു. അതിലുള്ള പരാതി ആ കുടുംബം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യം ഉണ്ടായി. അതുകൂടി മനസ്സിലാക്കിയുള്ള നടപടികളിലേക്ക് പോയതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നം പ്രതിയായിട്ടുള്ള രാഹുലിനെ കണ്ടെത്തുക, പോലീസ് പിടികൂടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു എന്ന വിവരമാണ് വരുന്നത്. രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യും. അതേസമയം അന്വേഷണ സംഘം പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി എടുത്തു കഴിഞ്ഞു എന്ന വിവരവും കൂടി വരുന്നുണ്ട്. ഈ രാഹുലിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് യുവതിയും കുടുംബവും ഇപ്പോഴുള്ളത്. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ കൊച്ചി പറവൂരിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴിയെടുത്തിരുന്നു. സർക്കാർ ഇടപെടലിനെ തുടർന്ന് അന്വേഷണ നടപടികൾ വേഗത്തിലായതിൽ കുടുംബം സംതൃപ്തി അറിയിച്ചു. ഇന്നലെ കുട്ടിയുടെ അച്ഛൻ സംസാരിച്ചപ്പോൾ അത് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ മേഘയും ഉമേഷുമാണ് കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഉള്ളത്. മേഘദ ആദ്യം. മേഘ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഗുഡ് മോർണിംഗ്. അതായത് ഈ കേസിൽ കുറ്റകരമായ അലംഭാവം കാട്ടിയ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത നടപടിയിൽ പ്രധാനം രാഹുലിനെ പിടികൂടുക എന്നുള്ളതാണ്. അയാളുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇയാൾ മുൻപും വിവാഹം കഴിച്ചിരുന്നു എന്നതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അയാളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങി. അന്വേഷണം കുറെ കൂടി ശക്തമാണോ? പോലീസ് എന്താണ് പറയുന്നത്? അതിനിടയിൽ ഇയാൾ രാജ്യം വിട്ടിട്ടുണ്ടെന്നൊരു സൂചന എന്നൊക്കെ വാർത്തകളിൽ കണ്ടിരുന്നു. എന്താണ് ഒരു പൊതുസ്ഥിതി? പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്താണ്? അറിയുന്ന കാര്യങ്ങൾ എന്താണ്? ശരത്ത്, അതായത് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഫറൂഖ് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്നലെയാണ് അന്വേഷണം ഏറ്റെടുത്തത്. അതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം എന്നത് ഈ പ്രതി രാഹുൽ നിലവിൽ കേരളം വിട്ടതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ലുക്കൌട്ട് നോട്ടീസ് നിലവിൽ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ കൃത്യമായി പോലീസിൽ പരാതി നൽകിയ ദിവസം ഈ പ്രതിയായ രാഹുൽ തിങ്കളാഴ്ച ദിവസമാണ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാഹുൽ ഈ പന്തീരങ്കാവിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് രാഹുലിനെ ചോദ്യം ചെയ്യുക അങ്ങനെ ഒരു നടപടികളിലേക്കും നീങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ രാഹുൽ എത്തിയിരുന്നു. തിങ്കളാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഇവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ രാഹുലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. രാഹുലിന്റെ അമ്മയും ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നു. അതായത് ഈ തിങ്കളാഴ്ച രാഹുൽ വീട്ടിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ രാഹുൽ ഇവിടെ ഉണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് തനിക്ക് അറിയില്ല എന്നതാണ് അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അമ്മയുടെ മൊഴി ഇന്ന് ACP രേഖപ്പെടുത്തും. അതിന് പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാകും എന്നത് തീർച്ചയാണ്. പക്ഷേ ഈ സംഭവം നടന്നതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായി എന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷമാണ് കേസ് അന്വേഷണം ദ്രുതഗതിയിലാകുന്നത്. ഈ രാഹുൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ മൊബൈൽ ചാർജിൽ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമം നടത്തി. വധശ്രമത്തിന് കേസെടുക്കണമെന്നൊരു ആവശ്യം ബന്ധുക്കൾ മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ SHO വേണ്ട ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തില്ല. ഗാർഹിക പീഡനം എന്നൊരു വകുപ്പ് മാത്രം ചുമത്തിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിന് പിന്നാലെ ഈ SHOയെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ അമ്മയുടെ, അതായത് രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി ഇന്നത്തെ ദിവസം രേഖപ്പെടുത്തും. അത് കേസിൽ നിർണായകമാണ്. കാരണം മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചപ്പോൾ ഈ അമ്മ വ്യക്തമാക്കിയ ഒരു കാര്യം, രാഹുൽ ഈ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നതാണ്. മുകളിലാണ് ഇവരുടെ മുറി. അതായത് ആ മുറിയിലേക്ക് തങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെപ്പോഴോ ഇടയ്ക്ക് ഈ പെൺകുട്ടി രാഹുൽ തന്നെ മർദ്ദിച്ചു എന്ന് ഈ അമ്മയോട്, അതായത് രാഹുലിന്റെ അമ്മയോട് വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മൊഴിയും നിർണായകമാണ്. ഏതായാലും കേസ് അന്വേഷണത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇന്നലെ തന്നെ മൊഴി രേഖപ്പെടുത്തി. ഏത് രീതിയിലാണ് കേസ് അന്വേഷണം എന്നത്, അതായത് ഈ പ്രതിയെ പിടികൂടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെനഞ്ഞാന്ന് വരെ ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന രാഹുൽ ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കാം എന്നതാണ്
പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നു. അതുകൊണ്ടാണ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജർമ്മനിയിലാണ് രാഹുലിന് ജോലി. അതുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യത ഏറ്റവും തുടക്കം മുതൽ തന്നെ പോലീസ് കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് ബന്ധങ്ങളൊക്കെ തന്നെയും മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെയും രാഹുലിനുണ്ട്. അപ്പോൾ രാഹുലുമായി കേന്ദ്രീകരിച്ച് രാഹുലിന്റെ ഫോൺ ഉൾപ്പെടെ ടാപ്പ് ചെയ്ത് അങ്ങനെ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഈ പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ രാഹുലിന്റെ അമ്മയുടെയും സഹോദരരുടെയും മൊഴി ഒരു പക്ഷേ ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ശരത്ത്.